മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ചില സത്യങ്ങൾ കാലം തെളിയിക്കുമെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു വാർത്തയാണ്, മറ്റൊരു വിഷയമാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ 24 ന്യൂസിലെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള വ്യക്തിയെ മൈക്ക് കൊണ്ട് മുഖത്തേക്ക് കുത്തുന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ടു. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയാണ്. ഏറെക്കുറെ ഒരുപാട് ആളുകൾ മോഹൻലാലിനെ വലിയ രീതിയിൽ പിന്തുണക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നലകളിൽ സുരേഷ് ഗോപി ചെയ്തതാണ് ശരിയെന്ന് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, സുരേഷ് ഗോപിയെ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചൊരു ചോദ്യവും ആ ഒരു വീഡിയോയും ആ ഒരു ചോദ്യവും അതിന്റെ തൊട്ടു പിന്നാലെ കൈരളി ന്യൂസ് ചാനലിന്റെ മാധ്യമ പ്രവർത്തകനോട് ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിലേക്ക് പോയിട്ട് ചോദിക്കൂ എന്ന രീതിയിൽ പറഞ്ഞതൊക്കെ വലിയ ചർച്ചയും വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ പരിഹസിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളതായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒരിക്കൽ കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അത് ഇനി ഒന്നുകൂടി കേരളത്തിലെ ബോധമുള്ള മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സുരേഷ് ഗോപി തന്നെയായിരുന്നു ശരിയെന്ന്. നമുക്കറിയാം, നടൻ മോഹൻലാല് എല്ലാ ആളുകളെയും മോനെ എന്നാണ് വിളിക്കാറുള്ളത്. നമ്മളത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ആ മോഹൻലാല് പോലും ഇന്ന് 24 ന്യൂസിലെ മാധ്യമ പ്രവർത്തകനോട് മോനെ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വന്നു എന്നുള്ളതാണ് സകലരും തിരിച്ചറിയേണ്ടത്. അപ്പോ മാധ്യമ പ്രവർത്തകര് എത്രത്തോളമാണ് മോഹൻലാലിനെയൊക്കെ ബുദ്ധിമുട്ടാക്കുന്നത് എന്നുകൂടി നമ്മളൊക്കെ തിരിച്ചറിയണ്ടേ. മോഹൻലാലിനെ 24 ന്യൂസിലെ മാധ്യമ പ്രവർത്തകൻ മുഖത്തേക്ക് കുത്തുന്ന ഒരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ കണ്ടില്ലേ, കൃത്യമായിട്ട് മുഖത്തേക്ക് കുത്തുക തന്നെയാ ചെയ്തേ. ഈ 24 ന്യൂസിലെ മാധ്യമ പ്രവർത്തകൻ തന്നെ മോഹൻലാൽ ഇറങ്ങി വരുന്ന സമയത്തും മുഖത്തേക്ക് കുത്തുന്നുണ്ട്. അതങ്ങ് മുഖത്തേക്ക് എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാൽ കാറിൽ കയറാൻ നേരത്ത് കൃത്യമായിട്ട് മുഖത്തേക്ക് എത്തിയ, എന്നിട്ട് അദ്ദേഹം വളരെ ദേഷ്യത്തിൽ തന്നെയാ പറയുന്നത്. അദ്ദേഹത്തിന്റെ ശൈലി ഉപയോഗിച്ച് മോനെ ഞാൻ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് മോഹൻലാല് പോലും മാപ്രകളോട് ശുഭിതനായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സംദർഭമൊക്കെ നമ്മൾ കേരളത്തിൽ വലിയ രീതിയിൽ ഒരുപാട് ആളുകൾ മോഹൻലാലിനെ തന്നെയാണ് പിന്തുണക്കുന്നത്. നമ്മളും അതേപോലെ തന്നെ മോഹൻലാലിനെ തന്നെയാണ് പിന്തുണക്കുന്നത്. ഈ പിന്തുണക്കുന്ന സകല ആളുകളും സുരേഷ് ഗോപിയെയും പിന്തുണക്കുക തന്നെ ചെയ്യണം. ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കാം. ഇവിടെ ഒരു സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് ഇവിടെ ഒന്ന് കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. നിങ്ങൾ കേട്ടില്ലേ, വ്യക്തമായിട്ട് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടങ്ങ് വെച്ചാൽ മതി എന്നാ പറയുന്നത്. ഇത് സുരേഷ് ഗോപിയുടെ ശൈലിയാണ്. സുരേഷ് ഗോപി എങ്ങനെ ഈ ശൈലിയിലേക്ക് എത്തി നമ്മൾ കണ്ടതല്ലേ. ഇതിനു മുമ്പേയും മാധ്യമ പ്രവർത്തകരില്, മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകര് മൈക്കെടുത്തിട്ട് ഇങ്ങനെ അടിക്കാനോങ്ങുന്നത്, മൈക്കിന് പകരം മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ അതെടുത്ത് എറിയുമായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് കേരള പൊതുസമൂഹം മാധ്യമങ്ങളിലൂടെ ആ വാർത്ത കണ്ടതാ. അതിനൊക്കെ ശേഷമാ സുരേഷ് ഗോപി ഇതുപോലെ ശുഭിതനായിട്ട് രംഗത്തിറങ്ങാറുള്ളത്. കാരണം മറ്റൊന്നല്ല, സുരേഷ് ഗോപിയെ നടക്കാൻ സമ്മതിക്കാറില്ല, ഒന്ന് തിരിയാൻ സമ്മതിക്കാറില്ല, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവര് കൂട്ടമായിട്ട് ആക്രമിക്കുമ്പോൾ അവർക്ക് അതേ ശൈലിയിൽ മറുപടി കൊടുത്തതാ നമ്മൾ അന്ന് കേട്ടിരുന്നത്.
എന്നാൽ അതിനെ ഇവിടെ കേരളത്തിൽ വലിയ രീതിയിൽ ഒരുപാട് ആളുകൾ പരിഹസിച്ചോ. അതിനേക്കാൾ അപ്പുറമായിട്ട് ഇദ്ദേഹത്തിനോട് താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും മുഖമൊന്ന് ചുളിച്ചോ. ഇപ്പൊ അവരൊക്കെ തന്നെ എന്തു പറയുന്നു? സാക്ഷാൽ മോഹൻലാൽ പോലും സകല ആളുകളെയും മോനെ എന്ന് വിളിക്കുന്ന മോഹൻലാൽ പോലും ശുഭിതനായിട്ട് പറയേണ്ടി വന്നു, മോനെ ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ട് എന്ന്. അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ശുഭിതനാവുന്നത് നമ്മൾ കാണാറേ ഇല്ല. എന്നാൽ അദ്ദേഹം പോലും അത് പറയേണ്ടി വന്നു. അപ്പൊ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ എത്രത്തോളം വലിയ ഊളത്തരമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരെയും പറയുന്നില്ല, മറിച്ച് ഇത്തരം കുറച്ച് ആളുകളുണ്ട് തടഞ്ഞു നിർത്തുക. സുരേഷ് ഗോപിയൊക്കെ മനഃപൂർവ്വം മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകൻ പിന്നീട് മാപ്പ് പറഞ്ഞതാ. എറിയാനൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ തന്നെ നമ്മൾ കണ്ടു. അതൊക്കെ തന്നെ സഹിച്ചൊരു വ്യക്തി മാധ്യമ പ്രവർത്തകർ വീണ്ടും വന്ന് തടയുമ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ വീട്ടിലേക്ക് കൊണ്ടുവച്ചാൽ മതി എന്ന് പറയുന്നതിലൊക്കെ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ഒരു മനുഷ്യനെ നടക്കാൻ പോലും സമ്മതിക്കാത്തൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു അർഹതയില്ല. നമ്മൾ ഇത് മാത്രമാണോ? ഷൈൻ ടോമിനെ കേട്ടിട്ട് ഓടിക്കുന്നത് നമ്മൾ കാണാറില്ലേ? ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാലും എന്നിട്ട് ഷൈൻ ടോം ഓടാറുണ്ട്, അതിന്റെ പിന്നാലെ ഓടും. മിക്കവാറും സിനിമയൊക്കെയായി ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളാണ് അതൊക്കെ തന്നെ ചെയ്യാറുള്ളത്. നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് വലിയ വേട്ടയാടലും. ഇതിപ്പോ മോഹൻലാലിന്റെ ഭാഗത്താണ് ഏറെക്കുറെ എല്ലാ ആളുകളും നിൽക്കുന്നത്. ഈ സന്ദർഭത്തില് സുരേഷ് ഗോപി തന്നെയായിരുന്നു മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ശരിയെന്നുള്ളതും ഈ സന്ദർഭത്തിൽ ബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കണം. മാധ്യമ പ്രവർത്തകർക്കൊക്കെ അതിൻ്റെതായ സ്വാതന്ത്ര്യമൊക്കെയുണ്ട്. ആരോടും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും അവരോട് മാന്യത പുലർത്തിക്കൊണ്ട് ചോദിക്കാം. പക്ഷെ അത് ശരീരത്തിലേക്കുള്ള കടന്നുകയറ്റാവരുത്. സുരേഷ് ഗോപിയൊക്കെ വേട്ടയാടുന്നത് പോലെ മാധ്യമ പ്രവർത്തകര് മറ്റാരെയെങ്കിലും വേട്ടയാടാറുണ്ടോ? മോഹൻലാലിനെ വളഞ്ഞിട്ടതാ. ഇതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടിയിലാണ് സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കാറുള്ളത്. ആക്രമിക്കുക എന്ന് തന്നെ പറയേണ്ടതുള്ളൂ. തടഞ്ഞു നിർത്തിയിട്ട് തോന്നിയതുപോലെയുള്ള ചോദ്യങ്ങള് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധം പോലും ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് സുരേഷ് ഗോപിയെ പരിഹസിച്ചിരുന്ന സകല ആളുകളും മോഹൻലാൽ പോലും വന്നിട്ട് മോനെ ഞാൻ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാപ്രകള് എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്ന് കേരളത്തിലെ ബോധമുള്ള സകല ആളുകളും ചിന്തിക്കുക തന്നെ ചെയ്യണം. സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് ചെയ്ത അവരോട് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു പെരുമാറേണ്ടത്. ഏതൊരു മനുഷ്യനാണെങ്കിലും ആ സമയങ്ങളിലൊക്കെ അങ്ങനെ പെരുമാറാൻ സാധിക്കൂ. ഇതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം. സുരേഷ് ഗോപിയൊക്കെ അന്ന് മാധ്യമ പ്രവർത്തകരോട് ആ ചോദ്യമൊക്കെ ചോദിച്ചത്, സുരേഷ് ഗോപിയെ അവിടേക്ക് എത്തിച്ചതൊക്കെ തന്നെ മാപ്രകളാ. അടിക്കാൻ പോലും ഓങ്ങുന്ന ആളുകളോട് പിന്നെ എന്ത് ശൈലിയിലാണ് മറുപടി പറയേണ്ടത്? നമുക്ക് ഈ മാപ്രകള് മോഹൻലാലിനെ ഇതുപോലെ ആക്രമിച്ചതാവട്ടെ, സുരേഷ് ഗോപിയെ ആക്രമിച്ചതാവട്ടെ, ഇതിനൊക്കെ ഒരുപോലെ നമ്മൾ പിന്തുണ കൊടുക്കുക കൂടി വേണമെന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.